ഹായ് ഗൈസ്, അപ്പോൾ ഇന്നും പതിവ് പോലെ വെള്ളിയാഴ്ച വന്നിരിക്കുന്നു. വെള്ളിയാഴ്ച നമ്മൾ വീട്ടിലിരിക്കുന്ന ശീലമില്ലല്ലോ, എങ്ങനെയൊക്കെ പോകണ്ടേ. അപ്പോൾ ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള വാദി സുമത്ത് ഞാൻ തോന്നുന്നു പറയാം. അപ്പോൾ ഇന്ന് അവിടേക്ക് പോകാൻ തീരുമാനിച്ചിട്ടോ. അപ്പോൾ ബാഗൊക്കെ പാക്ക് ചെയ്തു, ഫുഡൊക്കെ സെറ്റ് ചെയ്ത് ഞങ്ങൾ ഇറങ്ങിയിട്ടോ. ഇൻസ്റ്റയിൽ ആ വാദിയുടെ വീഡിയോ കണ്ടപ്പോൾ നല്ല വെള്ളം കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതുപോലെ മലമുകളിൽ നിന്ന് ഇങ്ങനെ വെള്ളമൊക്കെ വരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വെള്ളത്തിന് ക്രൈസുള്ള ആൾക്കാരാണല്ലോ നമ്മൾ, കുട്ടികളായാൽ പോലും. അപ്പോൾ നമ്മൾ വെള്ളത്തിലിറങ്ങാനുള്ള ഡ്രസ്സും കാര്യങ്ങളും എല്ലാം സെറ്റ് ചെയ്തു കേട്ടോ. ഇപ്രാവശ്യം നമ്മളെ ഡ്രൈവർ സ്വാതിയാണ് കേട്ടോ. സ്വാതി ആണ് ഇന്നത്തെ ട്രിപ്പ് അതുവരെ എത്തുന്ന വരെ നമ്മളെ കൊണ്ടുപോകുന്നത്. പിന്നെ ഇപ്പം നിങ്ങൾ കരച്ചിൽ കേട്ടില്ലേ, ഇതാണ് ദീവിക്ക്. ഇവനാണ് നമ്മുടെ സാദിയുടെ ആശംസൻ്റെ മോനാണ് കേട്ടോ. ഇപ്രാവശ്യം സാദി വണ്ടി ഓടിക്കുന്നത് അറിഞ്ഞപ്പോൾ തന്നെ തുടങ്ങിയതാണ് അവൻ കരച്ചിലോട് കരച്ചിൽ. പിന്നെ കുറേയൊക്കെ കഴിഞ്ഞപ്പോൾ ശരിയായിട്ടോ. ഞങ്ങൾ ആദ്യം പോകുന്ന വഴിക്ക് ലുലുവിൽ കയറിയിട്ട് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ നമ്മൾ പോകുന്നത്. പിന്നെ നമ്മൾ പോകുന്ന സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുന്ന് ഏകദേശം ഒരു 150 കിലോമീറ്റർ സംതിങ് കണ്ടുണ്ടാകും തോന്നുന്നു കേട്ടോ. 1 hour മേലെ ട്രാവലിംഗ് ഉണ്ട്. പിന്നെ ഈ ഒരു സ്ഥലത്തേക്ക് ഞങ്ങൾ ഇതുവരെ പോയിട്ടില്ല കേട്ടോ, ഞങ്ങൾ ആദ്യമായിട്ടാണ് പോകുന്നത്. അപ്പോൾ അതിൻ്റെ പരിചയക്കുറവും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെയെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇട്ട റൂട്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പല വഴികളുണ്ട്. അപ്പോൾ നമ്മൾ ചൂസ് ചെയ്തത് ഒരു വഴിയാണ്. ഇതിൻ്റെ ഇടയിൽ ഒരു ട്വിസ്റ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ, അത് ഞങ്ങൾ വഴിയെ പറയാം. ഈ റോഡ് തൊട്ടിട്ടാണ് കേട്ടോ നമ്മളെ കഥ ഇവിടെ ആരംഭിക്കുന്നത്. ഓക്കെ, നല്ല സർവീസ് റോഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്ക് ഡയറക്ഷൻ കിട്ടിയത് ഈ ഒരു മണ്ണ് ടാറിടാത്ത റോഡാണ് കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ പോകുമ്പോൾ അധികം റഷൊന്നുമില്ല. നോർമലി ഫ്രൈഡേ ഒക്കെ ആകുമ്പോൾ ആൾക്കാരിങ്ങനെ പോയിക്കൊണ്ടിരിക്കും കേട്ടോ. ഏത് പ്ലേസ് ആയാലും ഇവിടെ ഒമാനിൽ തിരക്കില്ലാത്തൊരു സ്ഥലങ്ങളുമില്ല. അപ്പം അതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാവാറുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും വണ്ടികളൊക്കെ പോവാറുണ്ട്. അപ്പം ഈ ഒരു വഴിയിൽ ഞങ്ങൾ പോകുമ്പോൾ എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങോട്ടും വണ്ടി വരുന്നില്ല, അങ്ങോട്ടും വണ്ടി വരുന്നില്ല, ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ വിചാരിച്ചു ഫ്രൈഡേ ഒക്കെ അല്ലേ, ചിലപ്പോൾ ഈ റൂട്ട് ആരും വരുന്നുണ്ടാവില്ല എന്ന് വിചാരിച്ചു. അങ്ങനെ മാപ്പിൻ്റെ ഡയറക്ഷൻ നോക്കിയിട്ടാണ് കേട്ടോ നമ്മൾ യാത്ര പോയിക്കൊണ്ടിരിക്കുന്നത്. സംഭവം നല്ല അടിപൊളിയൊക്കെ ആയിരുന്നു കേട്ടോ, അതിൻ്റെ വ്യൂ, മലകളും വ്യൂ ഒക്കെ കാണാനായിട്ട്. ഇനി നമുക്ക് പറ്റിയ പണി എന്താന്ന് പറയാം കേട്ടോ. ഞങ്ങൾ ഇവിടെ അത്യാവശ്യം ആ വഴി അത്യാവശ്യം ദൂരം മുന്നോട്ട് വന്നപ്പോൾ ഉണ്ട് അവിടെ റോഡ് ബ്ലോക്കാണെന്ന് പറഞ്ഞിട്ട് റോഡൊക്കെ ക്ലോസ് ചെയ്തിരിക്കുന്നു. പിന്നെ ഒന്നും നോക്കിയില്ല, സമയമാണെങ്കിൽ 4 മണിയായി, ഫുഡാണെങ്കിൽ കഴിച്ചിട്ടുമില്ല. അപ്പം പിന്നെ ഞങ്ങൾ
ചെന്നടം സ്വർഗ്ഗമാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ അവിടെ നന്നായി എക്സ്പ്ലോർ ചെയ്തു. കണ്ടോ, ഒരു മനുഷ്യ കുഞ്ഞു പോലും ഇല്ല, ഒരാളുകൾ. പിന്നെ അവിടെ എന്തൊക്കെയും ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അവിടേക്ക് ഇങ്ങനെ 1-2 വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പാസ് ചെയ്തിരുന്നു. പിന്നെ ചിലവർ ഇതുപോലെ തന്നെ നമ്മളെ പോലെ തന്നെ ഡയറക്ഷൻ തെറ്റിയിട്ട് റോഡ് ബ്ലോക്കാന്നുള്ളത് അറിയാണ്ട് ഇതേപോലെ തിരിച്ചു പോയിരുന്നു കേട്ടോ. അല്ലാതെ ഞങ്ങളിവിടെ നിൽക്കുന്ന കണ്ടപ്പോൾ എന്താ കൗതുകത്തോടെ നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. പിന്നെ 4 ഫുഡൊക്കെ സെറ്റ് ചെയ്തിട്ട് വന്ന കാരണം പിന്നെ ഞങ്ങൾ വേറെ എവിടേക്കും പോകണ്ടെന്ന് വിചാരിച്ചിട്ട് കുറേ ഫുഡും കാര്യങ്ങളും നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാമെന്ന് തീരുമാനിച്ചു. നമ്മൾ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും പായൊക്കെ വിരിച്ചു, ടെൻ്റൊക്കെ കെട്ടി. ഈ സംഭവം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സ്വാദിട്ടിരിക്കുന്ന ഡ്രസ്സും നമ്മളെ ടെൻറ്റിൻ്റെ കളറും ഒരേപോലെയാണെന്ന് അപ്പോൾ അത് സ്വാദിനെ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡും കാര്യങ്ങൾ നല്ല ക്ലൈമറ്റായിരുന്നു കേട്ടോ. സംഭവം നല്ല ലൊക്കേഷൻ, നമ്മൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഇരുട്ടാവും തോറും നമുക്ക് പേടി ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ടെല്ലാം സെറ്റ് ചെയ്തു. ഫുഡ് കഴിക്കാൻ പോവാണ് ഗൈസ്. ഫുഡൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ ഞങ്ങളുടെ അടുത്തോട്ടൊരു അതിഥി വന്നത്. നിങ്ങൾ എന്തേ ഒറ്റയ്ക്ക് ഇരിക്കണു അത് ചോദിക്കാൻ വന്ന പോലെ നമ്മളടുത്ത് ഒരു ആട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആടിന് ഫ്രൂട്ട്സും കാര്യങ്ങളൊക്കെ കൊണ്ട് വയ്ക്കാൻ പോയതാണ് വിനേട്ടൻ. പക്ഷെ അതിൻ്റെ പിന്നാലെ പിള്ളേരും ഓടി കേട്ടോ. പക്ഷെ ആടത് മൈൻഡ് ചെയ്യാണ്ട് ആടിൻ്റെ വഴിക്ക് പോയി കേട്ടോ. ഭയങ്കര ഫണ്ണിയായിരുന്നു, നല്ല രസമാണ്. പിന്നെ പ്രത്യേകിച്ച് പറയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ഥലം ഭയങ്കര രസമായിരുന്നു കേട്ടോ. ഞങ്ങൾക്ക് വീഡിയോസ് ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ നല്ല ഇഷ്ടമായി. പിന്നെ അതിന് ഇരുട്ടാവുന്നത് കൂടിയിട്ട് ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ തിരിച്ച്. ഇനി ഇവിടുത്തെ ക്ലൈമറ്റ് നമുക്ക് എങ്ങനെയെന്ന് പറയാൻ പറ്റില്ല. ഇരുട്ടായി കഴിഞ്ഞാൽ ലൈറ്റും സ്ട്രീറ്റ് ലൈറ്റും കാര്യങ്ങളൊന്നുമില്ല. അപ്പം ഞങ്ങൾ പുറപ്പെട്ടു കേട്ടോ ഇരുട്ടാവുന്ന മുന്നേ. അങ്ങനെ ട്രിപ്പ് ഫ്ലോപ്പായതിൻ്റെ വിഷമം തീർക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കന്താബിൽ പോയിട്ട് നൈസായിട്ട് ഒരു ഗ്രില്ലും സെറ്റപ്പൊക്കെ ചെയ്തു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. പുതിയ വീഡിയോ ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ ബൈ. താങ്ക്